നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെയും എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ 10-12 മണിക്കൂർ ഏതെങ്കിലും ഒരു ജോലിക്ക് നൽകുന്നതിലൂടെയും നിങ്ങൾ ധനികനാകുമെന്ന് കരുതുന്നുവെങ്കിൽ എനിക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. കാരണം നിങ്ങളെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് നൽകിയ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം, ഈ വ്യവസ്ഥ, ഇതെല്ലാം നിങ്ങളെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ പോലും നിങ്ങളെ വിഡ്ഢിയാക്കിയിട്ടുണ്ട്. തെളിവ് വേണോ? ധനികരായ ആളുകൾ ധനികരാകാൻ ഒരിക്കലും ജോലിയുടെ ആവശ്യമില്ലായിരുന്നു. ഒരിക്കലുമല്ല. ഈ കാര്യം നിങ്ങൾക്ക് അസംബന്ധമായി തോന്നുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്നു മുതൽ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം നുണയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജീവിതത്തിലെ ശരിയായ വഴി പഠിക്കുക, നല്ല മാർക്ക് നേടുക, ഒരു നല്ല ജോലി നേടുക എന്നതാണെന്ന് വിശ്വസിച്ചാണ് ഞാനും വളർന്നത്. ഇതെൻ്റെ പാവപ്പെട്ട അച്ഛൻ, പുവർ ഡാഡ് പറയുമായിരുന്നു. അതെപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുമായിരുന്നു. സുരക്ഷ ഒരു ഡിഗ്രിയിലാണ്, ഒരു സ്ഥിരം പദവിയിലാണ്, മാസാവസാനത്തെ ഒരു നിശ്ചിത ശമ്പളത്തിലാണെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. വളരെ കാലം ഞാൻ ഇതിൽ വിശ്വസിച്ചു. കാരണം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഇത് തന്നെയാണ് ആവർത്തിച്ചിരുന്നത്. അധ്യാപകർ, അയൽക്കാർ, സഹപ്രവർത്തകർ. മാനസിക സമാധാനത്തിൻ്റെ താക്കോൽ മറ്റൊരാൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും കിട്ടുന്ന ശമ്പളത്തിൽ സംതൃപ്തനാകുന്നതുമാണെന്നും ഞാൻ വിശ്വസിച്ചു, എല്ലാവരെയും പോലെ. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു സുരക്ഷയിലേക്കുള്ള വഴിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പദ്ധതി പിന്തുടർന്ന ഇത്രയധികം ആളുകൾ ഉത്കണ്ഠയിലും സമ്മർദ്ദത്തിലും കടത്തിൻ്റെ ഭയത്തിലും ഭാരത്താൽ ഞെരുങ്ങിയും ജീവിച്ചിരുന്നത്? എൻ്റെ സ്വന്തം അച്ഛൻ്റെ ജോലി പോയ ആ ദിവസം നന്നായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഡോക്ടറേറ്റുള്ള ഒരു ബഹുമാന്യനായ വ്യക്തിയായിരുന്നു. അക്കാദമിക് വൃത്തങ്ങളിൽ അദ്ദേഹത്തിന് ബഹുമാനമുണ്ടായിരുന്നിട്ടും സിസ്റ്റം പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാം കൃത്യമായി ചെയ്തിട്ടും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം തകർന്നു. അദ്ദേഹത്തിന് ജോലി മാത്രമല്ല നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനവും സ്ഥിരതയുടെ ആ ബോധവും നഷ്ടപ്പെട്ടു. ജോലി അവസാനിപ്പിക്കുന്നതിലെ കത്തല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഞാൻ ഓർത്തു വെച്ചത്. അനിശ്ചിതത്വത്തിൻ്റെ ആ ഭാവം, വീട് നടത്താൻ കഴിയാത്തതിലെ നാണക്കേട്, തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതെല്ലാം വെറുതുമൊരു മിഥ്യാബോധമായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിലെ വേദന. ആ ദൃശ്യം എൻ്റെ ഓർമ്മകളിൽ ആഴത്തിൽ പതിഞ്ഞു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, ഞാനും അതേ വഴി നടന്നാൽ എൻ്റെയും വിധി ഇത് തന്നെയായിരിക്കുമെന്ന്. ഒരുപക്ഷെ നിങ്ങളും ആ ഭയം അനുഭവിച്ചിട്ടുണ്ടാകാം. രാവിലെ ഈ ശ്വാസം മുട്ടിപ്പിക്കുന്ന ചോദ്യമായി ഉണരുക: നാളെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ എന്തു ചെയ്യും? ഞാൻ എങ്ങനെ വാടക നൽകും? ഞാൻ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം എങ്ങനെ നൽകും? ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വന്നിട്ടില്ലെന്ന് പറയരുത്. കാരണം നിങ്ങൾ മാസം തോറും ശമ്പളത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ഉത്കണ്ഠ നിങ്ങളെ ഇതിനോടകം അലട്ടിയിട്ടുണ്ടാകും. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇത് നിങ്ങളുടെ മാത്രം കഥയല്ല എന്നതാണ്. CNBC നടത്തിയ ഒരു സർവേ കാണിക്കുന്നത് 63% ആളുകളും ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ്. ഒരേ ഒരു ശമ്പളത്തെ ആശ്രയിച്ച് ഒരു മാസം അത് വന്നില്ലെങ്കിൽ എല്ലാം തകർച്ചയുടെ വക്കിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾക്കറിയാവുന്ന ഓരോ 10 പേരിലും 6 പേരും ഈ പൂർണ്ണമായ ദുർബലമായ അവസ്ഥയുടെ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സിസ്റ്റത്തിന് ഇതറിയാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുന്നത് സാധാരണമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അത് നിങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഷ്ടിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു ബോസിനെ അനുസരിക്കുന്നത് ഇതിനെ ശരിയായ വഴിയായി കരുതുന്നു. പ്രശ്നം ഇതാണ്: നിങ്ങൾ എത്രത്തോളം ഭയം അനുഭവിക്കുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾ അപര്യാപ്തമായ ഒരു ശമ്പളം സ്വീകരിക്കുന്നു. നിങ്ങൾ മോശം തൊഴിൽ സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ചൂഷണം സ്വീകരിക്കുന്നു ഈ വേദന വാങ്ങാൻ. സിസ്റ്റം ചെറിയ മിഥ്യാബോധങ്ങളും നൽകുന്നു. തവണകളായി വാങ്ങിയ ഒരു പുതിയ സെൽഫോൺ, ക്രെഡിറ്റിൽ വാങ്ങിയ ഒരു വാഹനം, 30 തവണകളായി വാങ്ങിയ ഒരു വലിയ ടെലിവിഷൻ. കുറച്ച് നിമിഷത്തേക്ക് നിങ്ങൾക്കൊരു തെറ്റായ സന്തോഷം അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഉടൻ തന്നെ ശൂന്യത തിരിച്ചു വരുന്നു, അസ്വസ്ഥത തിരിച്ചു വരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ നിശബ്ദമായിട്ടുള്ളൊരു ശബ്ദം ചോദിക്കുകയാണ്: ജീവിതം എനിക്ക് ഇത്രമാത്രമാണ് തരുന്നത്? ദൈനംദിന ചക്രത്തെക്കുറിച്ച് ചിന്തിക്കൂ. അതിരാവിലെ എഴുന്നേൽക്കുക, ട്രാഫിക്കിനെയോ തിരക്കേറിയ പൊതുഗതാഗതത്തെയോ നേരിടുക, ക്ഷീണിക്കുന്നത് വരെ ജോലി ചെയ്യുക, വീട്ടിൽ വരിക. നിങ്ങളുടെ മിക്കവാറും എല്ലാ പണവും ബില്ലുകളിലും വാടകയിലും ക്രെഡിറ്റ് കാർഡുകളിലും പേയ്മെൻറ്റുകളിലും വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ തവണകളിലും അപ്രത്യക്ഷമാകുന്നവരെ കാണുക. പിന്നെ അടുത്ത മാസം വരുന്നു, നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. അടുത്തതും അതുപോലെ തന്നെ. 10-20 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു, നിങ്ങൾ ഇപ്പോഴും അതേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ക്ഷീണിതനായി, കടക്കണിയിലായി, സമയമില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ. ഒരേയൊരു കാര്യം മാത്രം മാറിയിട്ടുണ്ട്: നിങ്ങളുടെ പ്രായം. നേവിയിൽ നിന്നും പിന്നീട് സെറോക്സിൽ നിന്നും ഉള്ള എൻ്റെ മികച്ച സഹപ്രവർത്തകരെ ഞാൻ ഓർക്കുന്നു.
വളരെ നല്ല ശമ്പളമുള്ള പുരുഷന്മാരും സ്ത്രീകളും. പക്ഷേ അവർ എപ്പോഴും കടക്കെണിയിലായിരുന്നു. അവർ സിസ്റ്റത്തിൻ്റെ മാതൃകാപരമായ സ്ക്രിപ്റ്റ് പിന്തുടരുന്നു. പഠിക്കുക, കഠിനാധ്വാനം ചെയ്യുക, നന്നായി സമ്പാദിക്കുക. പക്ഷേ എന്നിട്ടും അവർ അസ്വസ്ഥരായിരുന്നു. അവർക്ക് വളരെ വലിയ വീടുകളുണ്ടായിരുന്നു, പുതിയ വാഹനങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ. പക്ഷേ അവർ എല്ലാ രാത്രിയും ഭയത്തിലാണ് ഉറങ്ങിയിരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം. സത്യം ഇതാണ്, ഈ ഭയം ഒരിക്കലും അകന്നു പോകില്ല. കാരണം നിങ്ങളുടെ ജീവിതം ഒരു ജോലിയെ ആശ്രയിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എപ്പോഴും നാശത്തിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെയാണ്. വിരോധാഭാസം എന്തെന്നാൽ ജോലി നിങ്ങളെ ധനികനാക്കാൻ വേണ്ടി ഒരിക്കലും ഉണ്ടാക്കിയതല്ല. ഒരു ജോലി കമ്പനിയുടെ ഉടമയെ ധനികനാക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മണിക്കൂറുകൾ ഒരിക്കലും മതിയാകാതെ ഒരു ശമ്പളത്തിനായി മാറ്റുന്നു. അവർ തങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് സിസ്റ്റം നിങ്ങളെ സുരക്ഷയുടെ തെറ്റായ വാഗ്ദാനത്തിൽ കുടുക്കിയിടുന്നത്. കാരണം നിങ്ങൾ ഭയപ്പെടുന്നിടത്തോളം കാലം നിങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. നിങ്ങൾ ഈ തെറ്റായ സ്ഥിരതയിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു കൂട്ടിലെ ഹാംസ്റ്ററിനെ പോലെ ഒരേ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരിടത്തും എത്താതെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഭൂരിഭാഗം ആളുകളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം. പക്ഷെ അത് അംഗീകരിക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞ ക്രൂരതയാകുന്നില്ല. യഥാർത്ഥ വഴിത്തിരിവ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ജോലി നിങ്ങളുടെ മോചനമല്ല, അത് ഭയത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച വർഷങ്ങളെ കാർന്നു തിന്നുകയും ചെയ്യുന്ന ജയിലാണ്. ഏറ്റവും കൂടുതൽ വേദന ശാരീരിക ക്ഷീണത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, മറിച്ച് നിങ്ങൾ നൽകുന്ന അദൃശ്യമായ വിലയിൽ നിന്നാണ്. അദൃശ്യമായ വില, നിങ്ങളുടെ സമയം, ഒരിക്കലും തിരികെ വരാത്ത ആ സമയം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴേക്കും ആ പോയി കഴിഞ്ഞ സമയം. എൻ്റെ പണക്കാരനായ അച്ഛൻ പറഞ്ഞത്, അതായത് റിച്ച് ഡാഡ് പറയുന്നത് ഞാൻ ആദ്യമായി കേട്ടത് ഒരിക്കലും മറക്കില്ല. ധനികർ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല. ആ നിമിഷം ആ വാചകം അർത്ഥശൂന്യമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതിന് വിപരീതമായി പഠിച്ചത്. പഠിക്കുക, നല്ല മാർക്ക് നേടുക, ഒരു സുരക്ഷിതമായ ജോലി കണ്ടെത്തുക, കഠിനാധ്വാനം ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ സമാധാനത്തോടെ വിരമിക്കും. പക്ഷേ സമയം എന്നെ കാണിച്ചു തന്നു ഇതെക്കാലത്തെയും വലിയ നുണയായിരുന്നുവെന്ന്. എൻ്റെ പണക്കാരനായ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതം മുഴുവൻ സമയത്തെ ശമ്പളത്തിനായി വിൽക്കാൻ ചെലവഴിക്കുമ്പോൾ ധനികർ തങ്ങളുടെ ഊർജം ആസ്തികൾ നിർമ്മിക്കുന്നതിനായിട്ട് കേന്ദ്രീകരിക്കുന്നു. ധനികർ അവരുടെ ഊർജം ആസ്തികൾ നിർമ്മിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. ഭൂരിഭാഗം ആളുകളും ജീവിതം സമയത്തെ ശമ്പളം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. എന്നാൽ ധനികർ ഊർജം ആസ്തികൾ നിർമ്മിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. ആസ്തി എന്താണ്? നിങ്ങൾ ജോലി ചെയ്യാത്തപ്പോഴും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം ഇടുന്നത് എന്തും ആസ്തിയാണ്. പലരും വിശ്വസിക്കുന്നതിന് വിപരീതമായി നിങ്ങളുടെ വീട് ആസ്തിയല്ല, നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ ആസ്തിയല്ല, അവ ബാധ്യതകളാണ്. കാരണം അവ എല്ലാ മാസവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നു. ആസ്തികൾ ബിസിനസ്സുകളാണ്, വാടക ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്, റോയൽറ്റി.